ചേട്ടാ ഞാൻ ചേട്ടൻ്റെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കൊച്ചുനാളിൽ വേറെ വീടുകളിൽ പായും തലേണയൊക്കെ ആയിട്ട് പോയി സിനിമ കണ്ട ആള്. ഞാൻ നോക്കുമ്പോൾ ആ ആളുടെ മൂവി ഇപ്പൊ ഹൗസ്ഫുള്ളാണ്, നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. അതിൽ ഇമ്പോർട്ടന്റ് ഒരു റോളാണ് നമ്മുടെ DSRI. എന്ത് തോന്നുന്നു? സന്തോഷം. അത് സന്തോഷത്തിനപ്പുറത്തേക്ക് സമാധാനം, അതാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ സിനിമയുടെ പ്രോസസ്സിങ് തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു 7-8 മാസത്തെ ഒരു ട്രാവൽ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് മുതലൊരു സമാധാനക്കേട് എനിക്കുണ്ട്. കാര്യം ഇത് ഞാൻ ചെയ്യുന്നതിൽ ഉണ്ടാവും എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ ആളുകൾക്ക് വർക്കാവാതിരിക്കുമോ, അതിമാതിരി ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആളുകൾക്കത് അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഒരു പേരുദോഷം വരും എന്നൊക്കെ ഭയങ്കര ടെൻഷനിലുള്ള ഒരാളായിരുന്നു. ആദ്യത്തെ ആ പ്രിവ്യൂ ഷോ കഴിഞ്ഞതോടെയാണ് എനിക്ക് ആ ടെൻഷൻ മാറിയിട്ട് ഞാൻ ആ സമാധാനത്തിലേക്ക് എത്തിയത്. പിന്നെ ആ സന്തോഷം എന്നുള്ളത് അതിന് പുറകെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതാണ്. നിങ്ങളൊരു രക്ഷയില്ലാത്ത ആക്ടറാണ്, നമുക്ക് ആക്ടിങ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല ചേട്ടാ. അത് സംഭവിച്ചു, അത് ഡയറക്ടർ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു, അത് സംഭവിച്ചു. പക്ഷെ ഇപ്പൊ DSRIയുടെ റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ വർക്ക്സിലും ആ ഒരു വെർസാറ്റിലിറ്റി ഉണ്ട്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ചെറിയ സമയം കൊണ്ട് തന്നെ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു നല്ലൊരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതെ അതെ, അത് എനിക്കൊരു കാലയളവ് ഒരു ആക്ടറെ സംബന്ധിച്ചൊരു വലിയ ഒരു അദ്ദേഹത്തിന്റെ ഒരു കഴിവായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം എനിക്കിപ്പോൾ 50 വർഷത്തെ സർവീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ 35 വർഷം കൊണ്ട് സിനിമ, അതിന് ഞാനൊരു മാനദണ്ഡമായിട്ട് എടുക്കുന്നില്ല വലിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ആദ്യ സിനിമകൾ കൊണ്ട് തന്നെ പുതിയ നല്ല വേഷങ്ങൾ കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് അതും ഇതുമായിട്ട് എനിക്കൊരു കണക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറുതായാലും വലുതായാലും നമ്മൾ ചെയ്യുന്നതിലൊരു നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നൊരു സാധനമുണ്ട്. അതിനെ എല്ലാവർക്കും വർക്കാവുക എന്നുള്ളതൊരു ഭാഗ്യം കൂടിയാണ്. അത് ആൾക്കാർക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ DSRIയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായി ചെയ്തു വെച്ചേക്കുന്നത്? ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ മനസ്സിൽ കണ്ട, എഴുതി വെച്ചിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിൽ കണ്ട ഒരു സിനിമയുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അത് ഈ ആദ്യത്തെ ഷോയോടെയാണ് ഞാനും കാണുന്നത്. പക്ഷെ എന്താണോ പുള്ളി ഉദ്ദേശിച്ചത് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, അതിൽ ഓരോ ആക്ടേഴ്സിനെ കൊണ്ടും. ഇങ്ങനെ ഒരു കമന്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വാവ് ഫീൽ കിട്ടിയൊരു കമന്റാ. ഒരാള് കോവിഡ് സമയത്ത് ബോറടിച്ചപ്പോ എഴുതി കൂട്ടിയ കുറച്ച് കഥകൾ, ഭൂതകാലം, ഭ്രമയുഗം, എന്താ അല്ലേ ബ്രെയിൻ പോയ പോക്ക്. തീർച്ചയായിട്ടും. കാര്യം പുള്ളിക്ക് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇതൊക്കെ എഴുതിയതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഒരു ഹൊറർ മനുഷ്യനായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ മാതിരി ചില്ലൊരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ ഹൊറർ മൂടുള്ള ഒരു സീൻ എടുക്കുമ്പോൾ ആ സീനിന്റെ ടൈമിലല്ലാതെ ആ സീൻ കഴിഞ്ഞാൽ അതിന് മുമ്പിലൊക്കെ വളരെ ചില്ലിങ് ആയിട്ട് നമ്മളെ വളരെ കൂളാക്കി വളരെ സേഫാക്കി നിർത്തുന്നൊരു മനുഷ്യനാണ്. അതെ, നമ്മൾ യൂഷ്വലി കണ്ട് വന്ന ഒരു പാറ്റേൺ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാളീസിന്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയില് തന്നെ ആ ഒരു നമ്മൾ കണ്ടു ആ പടങ്ങളുടെ പാറ്റേൺ തന്നെ മാറ്റിക്കളഞ്ഞു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മരം അനങ്ങുമ്പോഴും ഒരു കാറ്റ് വീശുമ്പോഴും അല്ലെങ്കിൽ സൈലൻസിലും ഒക്കെ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു സംഭവം ഫസ്റ്റ് ടൈം ആണ്. അതൊരു അല്ലേ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോയി. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഇപ്പം ഞാനൊരു സൈഡിലേക്ക് എനിക്ക് നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തിരിയണം, അതിന് സമയമെടുത്ത് തിരിഞ്ഞാൽ മതി. നമ്മളെന്തോ നമുക്കൊരു തോന്നിയിട്ട് നമ്മൾ തിരിയുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പട്ടി കുരയ്ക്കുന്നു, ആ പട്ടി കുരയ്ക്കുന്നത് ഒരു മോശം ഒരു ശകുനം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഇതിൽ ഒരു നോട്ടം കൊടുക്കണമെന്നേ പറയുള്ളൂ. നമ്മൾ ഓൾറെഡി ആ ക്യാരക്ടറാക്കി മുമ്പേ പുള്ളി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള സമയമെടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർ കാണുമ്പോൾ അത് വിശ്വസനീയമാകുന്ന രീതിയിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ തോന്നുന്ന ഫീൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നോക്കുമ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞ സിനിമാറ്റിക് ലെവലിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ആളുകൾക്ക് വർക്കായി എന്നുള്ളതാണ്. ചേട്ടാ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ? അത് ഡയറക്ടറോട് തന്നെ ചോദിക്കണം. അത് നിങ്ങൾക്ക് ഒരു ഐഡിയ നമുക്കിങ്ങനെ അവസാനം ഒരു ടൈലന്റ് കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ, അതോ നമുക്ക് വേണ്ടി വിട്ടു തന്നതാണോ? മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. ടൈലന്റ് അങ്ങനെ അതൊരു സിനിമയുടെ ഭാഗമായിട്ട് മാത്രം അങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ, ഇനി എന്താ സീക്വലോ പ്രീക്വലോ ഒന്നും ഉള്ള രീതിയിലൊന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം ചോയ്സാണ്. അതെ, ഇതിപ്പോ ഒരു രാഹുൽ സദാശിവൻ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റുമോ ഈ മൂവീസിനെ? കണക്ഷൻസ്
അല്ല കണക്ഷൻസ് എനിക്ക് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്ലാനിങ്ങിൽ ചെയ്തതാണെന്നോ എല്ലാം എനിക്കൊന്ന് മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. ഈ ഒരു മൂവി നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രണവിനെയൊക്കെ വേറൊരു ലെവലിൽ കണ്ടു, ഒരുപാട് ക്ലോസ് ഷോട്ട്സും. അപ്പം ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയറിങ് നിങ്ങൾ തമ്മിലുള്ളതാണ് മൂവിയിൽ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലധികം ക്ലോസപ്പ് ഷോട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരു ആക്ടറിലുള്ള ഒരു ഡയറക്ടറുടെ വിശ്വാസമാണ്. കറക്റ്റ് സാധനം എന്താണോ അവിടെ കൊടുക്കേണ്ടത്, ഇമോഷൻ ഒരു പോയിന്റ് നോട്ട് 1 മില്ലി പോലും മാറാതെ കുറയാനോ കൂടാനോ പാടില്ലാതെ ഒരു സാധനം പിടിച്ചെടുക്കുക എന്നുള്ളത് ക്ലോസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിട്ടുന്നത്. എന്താ ഇമോഷൻ എന്നുള്ളത് അത് ഈ പറയുന്ന ഡയറക്ടറുടെ ഒരു വിശ്വാസമാണ്. അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ ചെയ്യിക്കുമ്പോൾ പുള്ളിക്കൊരു എന്നെ കൊണ്ട് പറ്റും. ഇപ്പോൾ നൂർജഹാൻ എന്നല്ലേ പറഞ്ഞത്, അല്ല പേരങ്ങനെ. അപ്പം നൂർജഹാനെ കാണുമ്പോഴത്തേക്കും ഒരു ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടാവും. അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ വെറുതെ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും പുള്ളിക്കാർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്. അത് കറക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ കൂടെ ചെയ്യിക്കും. അദ്ദേഹം വളരെ ഈസി ആയിട്ട് ചെയ്യും. ഇത് നമ്മൾ ഈ കണ്ട ഹൊറർ ഭയങ്കര പരിപാടികളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ പറയുന്ന സംഭവങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഞങ്ങൾക്ക് ആ ഒരു മൂഡ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു, ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ ട്രീറ്റ് ചെയ്തതാണ്. അതായത് ഈ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഈ ഭയം എന്ന് പറഞ്ഞൊരു ഫീല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫേസിലും നമുക്ക് നിങ്ങളെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആൻസൈറ്റി വരുന്നത്. അത് അപ്പോൾ അവിടെ അപ്പൊ ഒന്നും ഇല്ലാന്ന് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ സംതിങ് അവിടെ ഉള്ള പോലത്തെ ഒരു ഫീലാ അല്ലേ? അങ്ങനെ അതെ, തീർച്ചയായിട്ടും. അല്ല അതാ പറഞ്ഞ ഇപ്പൊ നമ്മൾ കാണുന്ന ഔട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമയാണ്. അപ്പോൾ വെറുതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സിനിമയിലൊരു സീനിൽ ഞാനിങ്ങനെ ഔട്ട്ഡോറിൽ വളരെ പകലിൽ നോക്കുന്നൊരു നോട്ടം പോലും ആൾക്കാരിൽ ഇങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന നോട്ടം എന്നാണ് പറഞ്ഞിട്ടില്ല എല്ലാവരും. അത് അന്ന് ആ ഷോട്ട് എടുക്കുമ്പോഴും അദ്ദേഹം വന്ന് പറയും, ഏടും മനുഷ്യ താൻ എന്ത് നോട്ടം നോക്കിയത്, എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു പോകണം എന്ന് പറഞ്ഞ് നമ്മളെ കോൺഫിഡൻസ് ആക്കി ഫുൾ ചെയ്യിച്ചുകൊണ്ടിരുന്നതാണ് അദ്ദേഹം. അതെ. അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഉപ്പ് വിതറുന്നത്. നമ്മള് പല ഹോളി വാട്ടറൊക്കെ പ്രയത്നം ഓടിക്കാൻ വേണ്ടി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഉപ്പ് വിതറുന്നത് കുറച്ച് പേർക്ക് ഹോളിവുഡിന് ഹോളി വാട്ടർ യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് മലയാളിക്ക് എന്തുകൊണ്ട് സാധാ ഉപ്പ് ഉപയോഗിച്ചുകൂടാ? കല്ലുപ്പ് വിതറുന്നത് ശരിക്കും അതിന്റെ പിന്നിൽ എന്തെങ്കിലും അതൊരു നമ്മളിപ്പോ ഒരു മിത്ത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് പോലെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഈ ബാഡ് സ്പിരിറ്റിനെയൊക്കെ. ഇത് ഉപ്പ് എപ്പോഴും ശുദ്ധീകരിക്കാനുള്ള സാധനമാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു മോശം സംഭവത്തിനെ ശുദ്ധീകരിക്കുന്നത് ഉപ്പിട്ടാണെന്നുള്ളൊരു സംഭവമുണ്ട്. അത് മാത്രമാണ് അങ്ങനെ ഒരു ഉദ്ദേശം വന്നേക്കുന്നത്. അപ്പോൾ അത് കുറേ പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. കുറേ പേർക്ക് അത് അറിയാം. കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അത് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, ഞങ്ങളവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അത് തന്നെയാണോ സിനിമയിൽ എന്നുള്ള രീതിയിൽ ആ ഒരു മൊമെന്റിൽ. ഇപ്പോൾ സ്പോയിലറായിട്ട് പറയുന്നില്ല, ഈ ഒരു ഡൗട്ട് ഇപ്പോൾ മൊത്തം കിടന്നുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത്. അതെ അതെ, നമ്മൾ ആ സീൻസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ലല്ലോ. അത് ഇങ്ങനെ ഒരു പോർഷൻ, അത് എപ്പോൾ വേണേലും വരാം.